ബ്ലഡി നൈറ്റ് എന്ന് പറയുന്ന പുതിയ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ട്രെയിലർ നമ്മളൊക്കെ കണ്ടു. ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഡയറക്ടറിനോട് ചോദിക്കാം. വിനീത് അല്ലേ? എന്താണ് ബ്ലഡി നൈറ്റ് ശരിക്കും? ബ്ലഡി നൈറ്റ് ഒരു ഫൺ മൂഡുള്ള ഒരു ഹൊറർ മൂഡ് വരുന്ന ഒരു സബ്ജക്റ്റാണ്. കൊമേഴ്ഷ്യൽ മൂഡ് തോന്നിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ്. അതിൽ വലിയ കഥയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഒരു എന്റർടൈനർ സംഭവമാണ്. പിന്നെ ഇത് പലരും പറയുന്നത് 80+ ആണ്. പക്ഷേ 80+ ഒന്നുമല്ല. അത് നമ്മൾ അതിന്റെ ചെറിയ ട്രെയിലർ കാണുന്ന സമയത്ത് ആദ്യത്തെ പേര് ലിംഗോ എന്നായിരുന്നു. അതെന്തുകൊണ്ട് ലിംഗോ എന്നുള്ള പേര് മാറ്റാൻ കാരണം? അത് നമ്മുടെ സമൂഹത്തിലെ പല പ്രശ്നങ്ങളും ആണും പെണ്ണിന് അതെ പല പ്രശ്നങ്ങളും നടക്കുന്ന പറഞ്ഞാൽ ആണും പെണ്ണിന്റെ വിഷയങ്ങളല്ലോ. ലിംഗം എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പക്ഷെ അത് കുറച്ചും കൂടി അശ്ലീലം എന്ന രീതിയിൽ പലരും പറഞ്ഞ കാരണം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഗുരുതുല്യനായിട്ട് കാണുന്ന ഒരാളെ കൂടി നമ്മളടുത്ത് അങ്ങനെ സംസാരിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടായി. അപ്പോൾ അത് കാണുന്ന ആരാണ്? നമ്മൾ ലാലു സാറിനെയാണ് നമ്മൾ ഗുരുതുല്യനായിട്ട് കാണുന്നത്. ലാലു സാറിനെ കുറിച്ച് പറഞ്ഞോ? അദ്ദേഹം ഇതിന്റെ ട്രെയിലറൊക്കെ കാണുന്ന പുള്ളിയുടെ മെയിൻ വിഷയം ഓരോ പ്രോജക്റ്റുകളുടെ സംഭവം നമുക്ക് അയച്ചു തരാറുണ്ട് യൂട്യൂബിന്റെ ഒക്കെ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അല്ലെ മെയിൻ സിനിമ നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോജക്റ്റിലേക്ക് ആദ്യം പേരുകൾ വരാതെ കുറച്ചുകൂടി ജനങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള മുഖം ചുളയ്ക്കാത്ത രീതിയിലുള്ള പേരുകൾ യൂസ് ചെയ്യാന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെയാണ് ബ്ലഡി നൈറ്റ് എന്ന് പേര് വന്നത്. അതെ, ഒരു രാത്രി ഒരു ലോഡ്ജിൽ നടക്കുന്ന ഒരു പ്രേതാനുഭവമാണ് ഒരു കഥാകൃത്തിന്. ഹൊറർ മൂഡാണ് ഇതിന്. പിന്നെ ഇതിന് 80+ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ചില സീക്വൻസ് ഒരു ഇൻവെൻസ് അത് ഇപ്പോൾ ഏതൊരു സിനിമ കണ്ടാലും നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു സംഭവം മാത്രമല്ല. എസ്മയും പാൽപായസവും അങ്ങനത്തെ സംഭവം ഒന്നല്ല. ഒരു സാധാ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു അത്രേ ഉള്ളൂ. സന്തോഷം എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ബ്ലഡി നൈറ്റ് വരുന്ന? ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നോ? അധികമൊന്നുമില്ല, കുറച്ച് ഇന്റിമേറ്റ് സീൻസ് ഉണ്ട്. അത് ഇന്റിമേറ്റ് അങ്ങനൊന്നുമില്ല. കിസ് ചെയ്യുന്ന വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോ നമ്മുടെ അടിപൊളിയാണ്. കാരണം ആറാട്ടണ്ണൻ ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരെയും കാണിച്ചു. ആറാട്ടണ്ണൻ തകർത്താടി. ആറാട്ടണ്ണൻ ഇതിന്റെ താറാടുകയാണ്. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പെരേര പോലും ഒരു കുറ്റം പറയല്ല, പെരേര പോലും അത്യാവശ്യം നല്ല ടേക്ക് പോയി. അണ്ണൻ ഒറ്റ ടേക്ക് നോക്കിയാക്കി. പക്ക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര സൂപ്പറാണ്. നല്ല രസമായിരുന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിച്ചു പോയി. അണ്ണന്റെ ചില ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് അണ്ണൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീതേട്ടന്റെ ഡയറക്ഷൻ ഒരുപാട് വർക്ക് വിനീതേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പെരേരയ്ക്ക് ഇത്രയും വലിയ നല്ല ഡയലോഗുകളും റോളുകളും കൊടുത്തത് വിനീതേട്ടൻ തന്നെയാണ്. അതൊരു സന്തോഷം. കാരണം ഒരു പരീക്ഷണമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ കുറച്ച് പൈസയുടെ പ്രശ്നം വന്നതുകൊണ്ടാണ് ഇത്ര ലാഗ് വന്നത്. എല്ലാവർക്കും നല്ല നല്ല വേഷങ്ങളാണ്. എല്ലാവരും അത് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ പെരേരയുടെ കാര്യം പറയുമ്പോൾ പെരേരക്കെതിരെ ഒരുപാട് വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഷോർട്ട് ഫിലിമിന് അത് നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഇല്ലല്ലോ. ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോസിറ്റീവിലേക്ക് ആൾക്കാർ കാണുന്നതൊക്കെ. പിന്നെ ചിലവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ആർട്ടിസ്റ്റ് എന്ന സുഹൃത്തും എന്ന രീതിയിൽ നമ്മൾ പിന്നെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ. പിന്നെ ആറാട്ടണ്ണൻ ഞാൻ ഫസ്റ്റ് കാണുന്ന ആ സമയത്താണ് ആറാട്ടണ്ണനെ നേരിട്ട്. ബാക്കിയെല്ലാം ഞാൻ മൊബൈലിലൂടെയൊക്കെ കണ്ടുകൊണ്ടിട്ടുള്ളൂ. അപ്പോൾ ആറാട്ടണ്ണൻ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സാധനം കൂടി ഉണ്ട്. അത് ബ്ലഡി നൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ റീൽസ് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സാധനമാണ് പേടി ഉണ്ടോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതൊരു പക്ക 1995 കാലഘട്ടത്തിന്റെ ഒരു രാത്രിയും അടുത്ത പകലിലും തീരുന്ന ഒരു കഥയാണ്. അപ്പൊ അത് ഹൊറർ കണ്ടന്റ് മൂഡ് തന്നെയാണ്. പക്ഷെ അതിൽ വ്യക്തമായിട്ടൊരു സന്തോഷം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാരക്ടറിനെ വിളിച്ചപ്പോ അണ്ണൻ അന്നൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അല്ലെ? തീരുമാനിച്ചിട്ടില്ല. എങ്കിലും ഞങ്ങളൊരു റോളിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു തമിഴ് പടം വിനീതേട്ടൻ ചെയ്യുന്നുണ്ട്. അതിന്റെ അകത്ത് നല്ലൊരു റോള് അണ്ണന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള്. അണ്ണന് നല്ല ആർട്ടിസ്റ്റാണ്. ഈ പറയുന്ന പോലെ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ അണ്ണൻ ഈ വീഡിയോസിൽ കാണുന്ന അണ്ണനല്ല. യഥാർത്ഥത്തിൽ അണ്ണൻ നല്ലൊരു മനുഷ്യനാണ്. എന്നോടൊരു ചേച്ചി ചോദിച്ചു
ഈ ആറാട്ടണ്ണൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചു. ഒരു ദിവസം പെരേരെ പൊക്കി പറയും, ഒരു ദിവസം ചീത്ത പറയും. അത് എന്തുകൊണ്ടാണ്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അല്ല ഞാൻ പറയാം, ഇത് നിലപാട് മാറ്റിലല്ല. സമയത്ത് അയാളുടെ പോസിറ്റീവ് പറയുന്നു, പിന്നെ അയാളുടെ നെഗറ്റീവ് പറയുന്നു. അയാൾ ദൈവമൊന്നല്ലല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ അതിന് കൊടുത്ത മറുപടി ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു ഫ്രണ്ട്സുമായിട്ട് നല്ല കൂട്ടായിരിക്കും, നിങ്ങൾ അടി വെച്ച് പിരിയും, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ മിണ്ടത്തില്ലേ, വൈരാഗ്യം വെക്കത്തില്ലെന്ന് ചോദിച്ചു. ആറാട്ടണ്ണൻ ഇത് ദേഷ്യം വരുമ്പോൾ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നു, പബ്ലിക്കായിട്ട് അത് പിണക്കം മാറ്റുന്നു, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പേഴ്സണലായിട്ട് അധികം കൂട്ടുകാരൊന്നുമില്ല. അദ്ദേഹത്തിന് ഇമോഷണലും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അത് ചിലർ നെഗറ്റീവായിട്ട് എടുക്കുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും വാരിക്കോരി ഓരോ കാര്യങ്ങൾ ചെയ്യും. അത്ര നിഷ്കളങ്കമായ ഒരു മനുഷ്യനാണ് സന്തോഷേട്ടൻ. പിന്നെ ഡയറക്ടറിന് എന്താ പറയാനുള്ളത്? നമ്മുടെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷേട്ടൻ വളരെയധികം നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പെരേര എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ 2 ലേഡി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പൂർണ്ണ സമൂഹത്തോടെ തന്നെയാണ് നമ്മുടെ ഈ വർക്കിൽ അഭിനയിച്ചിരുന്നത്. ആരെയും നമ്മൾ വേറെ ഇല്ല. ആ 2 ആർട്ടിസ്റ്റുകൾ പെരേര, പിന്നെ രേഷ്മ, ചിഞ്ചു ഒരു ആൽബം ഞാൻ തന്നെയാണ് ഇതൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. മെയിൻ ക്യാരക്ടർ എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും അവരുടേതായ വേഷം. ആറാട്ടണ്ണൻ ഒരു നല്ലൊരു തിരക്കഥാകൃത്തായിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 2 സീനേ ഉള്ളൂ, പക്ഷെ ആ ഒരു 2 സീൻ മതി അണ്ണൻ്റെ റേഞ്ച് എന്താന്ന് മനസ്സിലാക്കാനായിട്ട്. അണ്ണൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചിരിക്കാനുള്ള മൂന്ന് സീക്വൻസും. പിന്നെ പെരേര നല്ല ഡയലോഗ്, നല്ല രീതി പെരേരയ്ക്ക് ഇതിൻ്റെ അകത്ത് ഡയലോഗുകളുണ്ട്. പെരേര നന്നായിട്ട് വിനീതേട്ടനാണ് തുടക്കം കുറിക്കുന്നത്, പെരേര വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അലിയേട്ടൻ, നാൻസി പോലും ഞാൻ ചെയ്തത്. അതെ, നമുക്ക് ഞങ്ങളത് പലപ്പോഴും ഡിസ്കസ് ചെയ്തു. കാരണം എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇവരെ വെച്ച് വർക്ക് ചെയ്യുന്നു, നല്ല ആൾക്കാരെ വെച്ച് ചെയ്തുകൂടെ. നല്ല ആൾക്കാരെ ഒരുപാട് പേരെ ഞങ്ങൾ വെച്ച് ചെയ്തു. അതായത് ഇവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെങ്കിൽ ആര് കാണും? മറ്റുള്ളവരെ വെച്ച് കഴിഞ്ഞാൽ ആര് കാണും? ആരും കാണില്ല. ഈ പെരേര ആറാട്ടണ്ണനും ഉള്ളത് കൊണ്ടാണ് ബ്രൈറ്റ് എന്ന് പറയുന്ന ആളെ 10 പേര് അറിയുന്നത്. എന്നെ അറിയാൻ കാരണം ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയാണ്. അതിനൊരു സംശയമില്ല. ഞങ്ങളെല്ലാ വർക്കിലും ഇവർക്ക് പറ്റുന്ന വേഷം കൊടുക്കും, ഒപ്പം പുതുമുഖങ്ങളും വരും. അപ്പൊ ആൾക്കാരെ ശ്രദ്ധിക്കപ്പെടും. ആ പക്ഷെ ആൾക്കാർ ചിന്തിക്കുന്നില്ല. എല്ലാവരും അവരിങ്ങനെയാണ് നെഗറ്റീവ് പറയുന്നുള്ളൂ. പക്ഷെ അതിലൂടെ ഒരുപാട് പേർക്ക് നന്മയാണ് ഉണ്ടാകുന്നത്, ആർക്കും ദോഷം ഉണ്ടാകുന്നില്ല. ഈ അണ്ണൻ എന്ന് വെച്ചാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വ്യക്തിയാണ്, മനസ്സിലായി? അത്രയും അതാണ്. ആൾക്കാരെപ്പോഴും നെഗറ്റീവ് വശങ്ങളെ ചിന്തിക്കാറുള്ളൂ, നല്ല വശങ്ങളെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എന്തൊരു നല്ല വീഡിയോ ചെയ്താലും എത്രയോ മെസ്സേജ് ഉള്ള വർക്കുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ അഭിലാഷാട്ടയം അഭിനയിച്ച് മാറെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് കണ്ടേക്കുന്ന കണ്ട് 1.2 മില്യൺ ആൾക്കാരാണ് കണ്ടേക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഇച്ചിരി സീനും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അത് ആൾക്കാർ കേൾക്കട്ടെ. പക്ഷെ ഒരു നന്മ സാധനം ചെയ്ത് ആരും കാണുന്നില്ല. അതാണ് നമ്മൾ ഒരുപാട് സിനിമ കണ്ടു. ഇപ്പം പലരും പറഞ്ഞു സിനിമ ഇപ്പം രണ്ടുപേര് പറഞ്ഞു സിനിമയെ റിവ്യൂക്കാർ നശിപ്പിക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. വനിതയിൽ ഞങ്ങൾ കണ്ട എല്ലാ സിനിമയ്ക്കും ഞങ്ങൾ നല്ല സിനിമകൾ നല്ലതാന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട് പക്ഷെ പ്രേക്ഷകർ നല്ലതാന്ന് പറഞ്ഞിട്ട് കാണാൻ വരുന്നില്ല? അവർക്ക് തോന്നണം ഇത് വന്ന് കാണാം. അല്ലെങ്കിൽ ഞങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും എത്ര പടം ഓടി ആ സമയത്ത് ചാപ്പാക്കൂത്ത് എന്ന് പറഞ്ഞ സിനിമ 52 അവാർഡോളം കിട്ടി. എത്ര പ്രേക്ഷകർ ആ സിനിമ കണ്ടു? ആരും കണ്ടിട്ടില്ല. നല്ല കണ്ടന്റ് ഉള്ള വർക്കല്ലേ ആണ്, കണ്ടന്റ് ഉള്ള വർക്കുകളാണ്. അത് വിനീതേട്ടൻ ഒരു വർക്ക് ചെയ്താണ്, ഒരു പഴയ കാലഘട്ടം മോഡിൽ ഒരു ഭ്രാന്തം പ്രണയകഥ, അടിപൊളി മെസ്സേജാ. അത് എത്ര പേര് കണ്ടു വിനീതേട്ടാ? അല്ല, അതിന് വേറെ കാരണമുണ്ട്. അപ്പൊ അതുപോലും അധികം ആൾക്കാർ ശ്രദ്ധിച്ചില്ല, അത്ര നല്ല കണ്ടന്റ് കൊണ്ടുവന്നത്. അതാണ് വീഡിയോ നെഗറ്റീവ് കാണിക്കാൻ കാരണം അത് നല്ലത് വേണ്ട. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണില്ല. ഞാനൊരു സിനിമ ചെയ്ത ഡിസ്മിസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടേക്കുന്ന അങ്ങാണ്ട് 2000 സംതിങ് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഈ അലൻ ജോസ് പെരേര വെച്ചിട്ട് അലിയേട്ടന്റെ വേണം ആൻസി എന്ന് പറഞ്ഞ വർക്ക് ചെയ്ത് അത് 32 സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു നിഷയുടെ ആ ചാനലിൽ. ഇപ്പൊ അത് 600 സംതിങ് സബ്സ്ക്രൈബേഴ്സുമായി, 1.5 ലക്ഷത്തിന് മേളിൽ വ്യൂസുമായി. അത് പെരേരെ വെച്ചോണ്ട് ചെയ്തോണ്ട് മാത്രമാണ്. അതിൽ ബ്രൈറ്റിന്റെ കഴിവല്ല. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു ഇതിന്റെ അകത്തൊന്നുമില്ല. അലൻ ജോസ് പെരേരയും റിയയും അഭിനയിച്ചു, അതല്ലാതെ ഇതിന്റെ അകത്തൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ഒരു വേറെ കാര്യം പറയാം. ഞാൻ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ഡയറക്ടർമാരുടെ അടുത്ത് ചാൻസ് വെച്ചിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു 22ാമത്തെ വയസ്സ് തൊട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് 37 വയസ്സായി. 37 വയസ്സിനുള്ള സിനിമയ്ക്ക് ഉള്ളിലും പുറത്തും കാര്യങ്ങളും എല്ലാവരും നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും എൻ്റെ എക്സ്പെൻസാണത്. എനിക്ക് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത എക്സ്പെൻസാണ്. അത്
എനിക്ക് തിരിച്ചു കിട്ടുന്നത് ചിലപ്പോൾ എൻ്റെ 39ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 40ാമത്തെ വയസ്സിലായിരിക്കും. അത്രയും എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയാണ്. ഇപ്പം പലരും പറയും എനിക്ക് ചാൻസ് വെച്ചിട്ട് കിട്ടില്ലെന്ന്. ഇപ്പം ഈ പറഞ്ഞ കാരണം തന്നെയാണ്, നമ്മളെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ചാൻസ് തന്നിട്ട് അവർക്ക് യാതൊരു ഗുണവുമില്ല. അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ള നടന്മാരെ വെച്ചിട്ട് തന്നെയാണ് കാര്യമുള്ളൂ, അല്ലെങ്കിൽ തിയേറ്റർ വാല്യൂ അവർ എടുക്കില്ല. അതാണ് അവസ്ഥ. ഒരു OTT സിനിമ പോലും നമുക്ക് ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റോ 2 ആർട്ടിസ്റ്റോ അതിലും സൗബിനെ പോലെ ഒരാളുണ്ട്. എന്തെങ്കിലും ഒരു ഇത് വേണം, അല്ലെങ്കിൽ ഓടാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാടുണ്ടോ? ഇല്ല, നമ്മൾ കഥയ്ക്ക് അനുയോജ്യമാവുന്ന രീതിയിൽ ഒരു ആവശ്യപ്പെടുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അത് ഇന്റിമേറ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പീസോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അത് ഞാൻ തന്നെയാണ് അതിൽ ഒരെണ്ണത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇല്ലില്ല, പിന്നെ നമുക്കൊരു ബാത്ത് സീൻ ഉണ്ട്, ചിഞ്ചു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അല്ല, നന്നായിട്ട് ചെയ്തു, എഫേർട്ട് എടുത്ത് എല്ലാവരും. അത് നമ്മൾ ആരെയും നിർബന്ധിച്ച് വെളുപ്പിന് 3 മണി വരെയാണ് ആറാട്ടണ്ണനും അതിൽ സഹകരിച്ചത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം പെരേര ഉറങ്ങുന്നു, അണ്ണൻ അവിടെ ഞങ്ങളോട് നിൽക്കുന്നു. അണ്ണൻ അപ്പം ചോദിച്ചു ബ്രൈറ്റ് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ ഷോട്ടുകൾ സെയിം തന്നെ എടുക്കുന്നത്. ഞാൻ അണ്ണൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത് കാരണം കണ്ടോളാം. ചിഞ്ചു ദേഹം മൊത്തം നരഞ്ഞാണ് ഇരിക്കുന്ന ആ കുട്ടിയുടെ അല്ലെ, എന്നിട്ട് അണ്ണന്റെ കൂടെ അത് ഒരു മടുപ്പും പറയാതെ അത് സഹകരിച്ചെന്നുള്ളതാണ് അല്ലെ. നന്നായിട്ട് ചെയ്തു എല്ലാവരും. ലേഷ്മയാണെങ്കിലും നല്ല, എല്ലാവരും അടിപൊളിയായിട്ട്. ശിവറാമേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആരും മോശമായിട്ട് ചെയ്തിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിമിനെക്കാട്ട് ഉപരി എന്താ പറയാ, ഒരു വെബ് സീരീസിന്റെ ഒക്കെ നല്ല ഫ്രെയിമുകൾ വിനീതേട്ടനാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്ര നല്ല ക്യാമറ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങൾക്ക്, കാരണം ഷാറൂഖിന്റെ നല്ല ക്യാമറ വർക്കാണ്. പിന്നെ BGM പ്രസാദേട്ടനോട് ഞാൻ കുറച്ച് സാധനങ്ങളെ ട്രെയിലറിൽ പറഞ്ഞു കൊടുത്തുള്ളൂ. പുള്ളിയുടെ നാക്കിന് സാധനം പുള്ളി ഓഡിയോ എല്ലാം കെട്ടി പക്കയാക്കി ഗംഭീരമായിട്ട്. ഒരു ഇംഗ്ലീഷ് മൂഡിന്റെ പെരയുടെ BGM ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കത്തുന്ന സാധനമൊക്കെ പുള്ളിയിട്ടൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാം. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അത് തന്നെ, നിന്റെ ആടിജീന്റെ ഉണ്ട ഞാൻ പഠിക്കും. പിന്നെ ഒരു സിനിമയെ കുറിച്ച്, ഈ ഒരു സിനിമ ഇന്നലെ ഹിറ്റായ ഒരു സിനിമയെ കുറിച്ച് ഇന്നലെ ഹിറ്റായ സിനിമയെ കുറിച്ച് ഇതിന്റെ അകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റേ ഗുരുവായൂർ അമ്പലനട സിനിമയുടെ കാര്യം ഇതിന്റെ അകത്ത് പെരേര എടുത്ത് പറയുന്നത്. അത് തന്നെ, അന്ന് ആടി ഉണ്ടായ ഒരു സംഭവം. പക്ഷെ എങ്കിലും ആ പടം ഞാൻ ഇതുവരെ കണ്ടില്ല, പക്ഷെ കാണും. കാരണം ഞാൻ അതിന്റെ അകത്തൊരു ഭാഗമായതാണ്. കാരണം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ക്രൗഡിൽ പോയത്. അപ്പൊ അവര് പറഞ്ഞു അജു വർഗീസിന്റെ ഒക്കെ കൂടെ ടീമുണ്ട്, അതിന്റെ ഒരു ഡൂപ്പായിട്ട് ചെയ്യാന്ന് ചോദിച്ച് അവരുടെ കൂടെ ഇരിക്കുന്ന ഇതായിട്ട് അതിന്റെ വീഡിയോ ഞാൻ ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡും കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ കീഴ ജോലി എന്നൊരു പല സ്വഭാവക്കാരായിരിക്കും, അത് അന്ന് കഴിഞ്ഞ കഥയാണ്. പക്ഷെ സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ നമ്മൾ പറയും. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായമാണ് സിനിമയെ പറ്റി. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷയമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനുള്ള കാര്യം പറയാം. പക്ഷെങ്കിൽ ഇത് പടം എല്ലാവരും പറ്റി നല്ല അഭിപ്രായം പറയാം. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പോയി കാണും. പിന്നെ ടർബോയ്ക്കകത്ത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മമ്മൂക്ക നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് പല നടന്മാരും ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഞാൻ കണ്ടു. പക്ഷെ മമ്മൂക്ക ആ ഒരു സ്റ്റണ്ട് സീന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, ഒരു സാധനം. എൻ്റെ പൊന്നോ, ആ ഒരു അത്രയും സമയമായിട്ട് 2 മണി 1:30 കണ്ടു. ആ സമയത്ത് മമ്മൂക്ക ഉണ്ടല്ലോ പവറായിട്ട് ഇന്ന് സ്റ്റാൻഡ് ചെയ്യണം, സമ്മതിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് അപ്പോ അവസാനമായിട്ട് സന്തോഷ് വർക്കിക്ക് എന്താണ് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത്? സിനിമയോട് വളരെ ആക്റ്റീവ് ആൾക്കാരെ ചെയ്യലാണ്. ആക്റ്റീവ് ആൾക്കാർക്കാണ് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ പറഞ്ഞത് 18+ അങ്ങനെയൊന്നല്ല. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന, ആ ഷോർട്ട് ഫിലിം ഡിമാൻഡ് ചെയ്യുന്നത് കാണിച്ചു. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നല്ലൊരു എന്റർടൈനറായി. അപ്പോൾ നന്ദി സന്തോഷ് വർക്കി, വിനീത്, ഓൾ ബ്രൈറ്റ്. താങ്ക് യു.